ഗുരുവായൂരപ്പ കാത്ത് രക്ഷിക്കണേ. ഗുരുവായൂരിൽ 3 മണിക്കെത്തി. എന്താ തിരക്കെന്നറിയാവോ? നീണ്ട നിര തന്നെയായിരുന്നു ഗുരുവായൂരിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. മൊബൈൽ എൻ്റെ കൂടെയുള്ള പൂമണീച്ചി കണ്ടപ്പോൾ പൂമണീച്ചി പറഞ്ഞു, എന്താ മൊബൈലൊക്കെ ആയിട്ട്? മൊബൈൽ ക്ലോക്ക് റൂമിൽ വെക്കാൻ. അങ്ങനെ ക്ലോക്ക് റൂമിൽ മൊബൈലൊക്കെ വെച്ച് മടങ്ങുമ്പോൾ ഫോട്ടോഷൂട്ടും കല്യാണവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഗുരുവായൂരിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിക്കും ഗുരുവായൂരപ്പൻ്റെ ഐതിഹ്യം, ഇതിഹാസം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ്വാരകയിൽ തൻ്റെ ക്ഷേത്രം വെള്ളപ്പൊക്കത്തിൽ നശിക്കപ്പെടുന്നതിന് മുമ്പ് ആ വിഗ്രഹം എടുത്ത് കേരളത്തിലേക്ക് സ്ഥാപിക്കാൻ കൃഷ്ണൻ ഒരു ദേവനോടും അത് മഹർഷിയോടും ആവശ്യപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. അതനുസരിച്ച് പിന്നെ ഈ മഹർഷിയും ഈ ദേവനും കൂടിയിട്ട് വിഗ്രഹം വായുദേവനായ വായുവും ബൃഹസ്പതി മഹർഷിയും കൊണ്ടുവന്ന് ഗുരുവായൂർ സ്ഥാപിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗുരുവായൂർ എന്ന പേര് അവരുടെ പേരുകളുടെ സദൃശമാണ്. ഗുരു എന്നത് ബൃഹസ്പതിയും വായു എന്നത് ദേവതയായിട്ടാണ് ഗുരുവായൂർ. നഗരം അല്ലെങ്കിൽ വാസസ്ഥലം എന്നർത്ഥമുള്ള ഒരു മലയാളത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ കേരളത്തിൻ്റെ സംസ്ഥാനം തൃശ്ശൂർ ജില്ല, അതേപോലെ ഒരു മുനിസിപ്പൽ ക്ഷേത്ര പട്ടണമാണ് ഗുരുവായൂരിലെ. പിന്നെ തൃശ്ശൂർ നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശമുള്ളൊരു പട്ടണമാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഗുരുവായൂർ. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരു കല്യാണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആ കല്യാണം മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, ഗുരുവായൂർ ക്ഷേത്രത്തിന് പിന്നെ വൈകുണ്ഠം എന്ന് വിളിക്കുന്നുണ്ട്. ഭൂമിയിലെ വിഷ്ണുവിൻ്റെ പുണ്യവാസസ്ഥലം എന്നാണ് ഇതിനർത്ഥം. പിന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹം 4 കൈകളുള്ള പാഞ്ചജന്യവും സുദർശന ചക്രമുണ്ട്. കോമദഗി എന്ന ഗദയുണ്ട്. താമര വഹിക്കുന്ന വിഷ്ണുവിൻ്റെ ഒരു രൂപത്തെയാണ് ഗുരുവായൂർ ക്ഷേത്രം പ്രതിനിധീകരിച്ചിരിക്കുന്നത്. തുളസിമാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ വിഗ്രഹം കൃഷ്ണൻ്റെ അവതാര സമയത്ത് വാസുദേവനും ദേവകിയും വെളിപ്പെടുത്തിയ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നു. ശ്രീകോവിലിലെ പ്രധാന ദേവൻ വിഷ്ണുവാണ്. കിഴക്കോട്ട് ദർശനമുള്ളൊരു 4 അടി ഉയരമുള്ളതാണ്. സമുച്ചയത്തിൽ ഗണപതിയുണ്ട്, അയ്യപ്പനുണ്ട്, ഭഗവതി എന്നിവരുടെ ഉപക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയാം. കൂടാതെ സമുച്ചയത്തിന് പുറത്ത് ക്ഷേത്രത്തിനിടയിൽ ഗണപതിക്കും സർപ്പദേവതകൾക്കും 2 ക്ഷേത്രങ്ങൾ ഉണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വഴിയരികിലൂടെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഒരു കട കണ്ടു. വീഡിയോ എടുത്തോട്ടും ചോദിച്ചു. ഓക്കെ, വീഡിയോ എടുത്തു പറഞ്ഞു. നേരെ തിരിച്ച് ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ഞങ്ങൾ ഇനിയിപ്പോൾ എല്ലാവരും കെട്ടും പാണ്ടും ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത ക്ഷേത്രത്തിൽ പോകും. അടുത്ത ക്ഷേത്രം ചോറ്റാനിക്കരയാണ്. അപ്പോൾ ഞങ്ങൾ സഹയാത്രികർ പോവുകയാണ്. ഓക്കെ.